വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡും സുസ്മിത അപമാനിക്കപ്പെടുന്ന എട്ടിൻ്റെ പണിയൊക്കെ കിട്ടുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ്. അതിൽ പാല് കുടിക്കാറില്ല എന്ന് പറഞ്ഞ് പാൽ ഗ്ലാസ് അങ്ങോട്ട് വച്ച ശേഷം രോഹിതേട്ട എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം നീ പറയുന്നതൊക്കെ ഞാനിപ്പോൾ എന്താണെന്ന് പറഞ്ഞു തരാം. ഇതുവരെ ചെയ്തതിനും എല്ലാത്തിനും എനിക്ക് ഖേദമുണ്ട്. പ്രേമിച്ച് നടന്നതിനും വഞ്ചിച്ചതിനും ഒക്കെ ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. രോഹിതേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ ഞാനൊരു പുതിയ സ്ത്രീയാണ്. ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചുകൊള്ളാം. പക്ഷേ എനിക്കതിനൊരല്പം സമയം വേണം എന്നല്ലേ നീ പറയാൻ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതൊക്കെ ഈ മരങ്ങോടൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന്. തുടർന്ന് രോഹിത് പറയുന്നുണ്ട്, ഇത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ നീ ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് നീ എനിക്കൊരു പട്ടം ചാർത്തി തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതും ഒക്കെ മനസ്സിലാക്കുന്നല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഇത് മനസ്സിലാക്കാനായിട്ട് വിശാല ഹൃദയമൊന്നും വേണ്ട. ഇത് മൈൻഡ് റീഡിംഗ് ഒന്നുമില്ല. നിന്നെപ്പോലുള്ളൊരു വിഷവിത്തായ ഒരു സാധാരണ പെണ്ണ് ഇങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് രോഹിത് എന്ന് പറയുമ്പോൾ രോഹിത് ഇങ്ങനെ നോക്കുകയാണ്. അല്ല രോഹിത് ഏട്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സുസ്മിത. അന്നേരം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിനക്ക് കൊള്ളാം. പിന്നെ എൻ്റെ ശാന്തി മുഹൂർത്തത്തെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട് എന്ന് പറഞ്ഞ് രോഹിതങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് സുസ്മിതയുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ സുസ്മിത ഇങ്ങനെ പേടിച്ച് പുറകോട്ട് മാറുകയാണ്. തുടർന്ന് കസേരയിൽ തട്ടി സുസ്മിത അങ്ങനെ നിൽക്കുകയാണ്. അന്നേരം രോഹിത് സുസ്മിതയുടെ തോളിലേക്ക് കൈവയ്ക്കുന്നുണ്ട്. അന്നേരം ആകെ പേടിച്ചങ്ങ് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് രണ്ട് കൈയും സുസ്മിതയുടെ രണ്ട് തോളിലേക്കുമായിട്ട് രോഹിത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അച്ഛനോടുള്ള അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. ഒരു പടക്കുതിരയെ പോലെ പാഞ്ഞ് ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് നടന്ന നിന്നെ ഒരു താലി ചരടിൽ ബന്ധിച്ച് ഇങ്ങനെ നിന്നെ എൻ്റെ മുമ്പിൽ എനിക്ക് വേണമായിരുന്നു. അതുമാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് പേടിയാവുന്നുണ്ട്. തുടർന്ന് സുസ്മിത കണ്ണൊക്കെ നിറയുകയാണ്. എന്നിട്ട് രോഹിത് സുസ്മിതയെ അങ്ങോട്ട് പിടിച്ച് തള്ളുകയാണ്. നിന്നെ എനിക്ക് വേണ്ടടി എന്നും പറഞ്ഞാണ് പിടിച്ച് തള്ളുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് കരുതിയത്? ഒരു ദുർമന്ത്രവാദിനെയോ യക്ഷിയോ ഒക്കെ കല്യാണം കഴിക്കുന്നതിന് തുല്യം തന്നെയാണ് നിന്നെ ഈ താലിച്ചരടിൽ ഞാൻ ബന്ധിച്ചത്. അങ്ങനെയുള്ള നിന്നെ കല്യാണം കഴിച്ച് നീയുമായിട്ട് ഒരു ശാന്തി മുഹൂർത്തം ആഘോഷിക്കാനായിട്ട് ഞാൻ കൊതിച്ച് നടക്കുകയാണെന്ന് നീ കരുതിയോ? എങ്കിലും നിനക്ക് തെറ്റി. തുടർന്ന് നിന്നെ എനിക്ക് വേണ്ടാന്ന് രോഹിത് പറയുകയാണ്. അന്നേരം സുസ്മിതയുടെ കണ്ണ് നിറയുന്നുണ്ട്. അന്നേരം രോഹിത് പറയുകയാണ്, ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു പുരുഷൻ പറയാൻ പാടില്ലാത്ത ഏറ്റവും ക്രൂരമായ വാക്കുകളാണ് ഇതെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടില്ല എന്ന് അറിയാം. പക്ഷെ നിൻ്റെ മുഖത്ത് നോക്കി ഞാനത് പറയും. അങ്ങനെയാണ് എൻ്റെ അച്ഛനോട് ഞാൻ എൻ്റെ സ്നേഹം കാണിക്കേണ്ടത്. എൻ്റെ അമ്മയ്ക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. അതിനാണ് നിന്നെ ഞാൻ ഈ താലി ചരടിൽ ബന്ധിച്ചത് എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയുടെ താലിയൊക്കെ ഇങ്ങനെ ഉയർത്തിയെടുക്കുന്നുണ്ട് രോഹിത്. അന്നേരവും ആകെ അങ്ങ് അപമാനിക്കപ്പെട്ട് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് രോഹിത് പറയുകയാണ്, അറിയാതെയാണെങ്കിൽ നിൻ്റെ ഇപ്പോൾ കണ്ണിൽ നിന്നും പൊടിഞ്ഞ 2 തുള്ളി കണ്ണീരുണ്ടല്ലോ, അതുമാത്രം മതി എൻ്റെ പ്രതികാരം അടങ്ങാനായിട്ട്. എന്നും നിന്നെ ഈ താലിച്ചരടിൽ ഞാൻ ബന്ധിച്ച് ഇവിടെ ഇട്ടിരിക്കും. ഭാര്യയാവാനും കല്യാണം കഴിക്കാനും ഒക്കെ സ്ത്രീകൾക്ക് കഴിയും. കല്യാണം കഴിക്കാനും ഒരു പുരുഷൻ്റെ മുമ്പിൽ താലിക്കായിട്ട് തലകുനിച്ച് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഭാര്യയാകണമെങ്കിൽ അതിന് നിന്നെ പോലത്തെ യോഗ്യതയല്ല വേണ്ടത്. അങ്ങനെ ഒരു മനോഭാവം നിനക്കുണ്ടാവുന്ന പക്ഷം നമുക്ക് അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാം എന്നിങ്ങനെ അവിടെ ഇരുന്ന കസേര വലിച്ചു നീക്കിയിട്ട ശേഷം അതിലേക്ക് ഇരുന്ന് രോഹിത് പറയുകയാണ്. തുടർന്ന് കട്ടിൽ നിന്നും ഒരു ഷീറ്റ് വലിച്ചെടുത്തിട്ട് സുസ്മിതയുടെ ദേഹത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് കിടന്നോ എന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത ആകെ പേടിച്ചങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ഇങ്ങനെ കട്ടിലേക്ക് കിടക്കാനായിട്ട് വരുമ്പോൾ ഇവിടെയല്ല ദേ അവിടെയെന്നും പറഞ്ഞ് തറ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. മാറി കിടക്കുക എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കിടന്നോ എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് കട്ടിലേക്ക് കിടക്കുകയാണ്. അന്നേരവും ആ ഒരു സുസ്മിതയെ അപമാനിച്ചതും ആ പ്രതികാരത്തിൻ്റെ ആദ്യപടി പൂർത്തിയായതും ഒക്കെ ആകെ സന്തോഷത്തിലാണ് രോഹിത്. തുടർന്ന് ആ ഷീറ്റും പിടിച്ചുകൊണ്ട് ചുവരിലും മച്ചിലേക്കും ഒക്കെ നോക്കിയിട്ട് സുസ്മിത നിലത്ത് ഷീറ്റ് വിരിച്ചു കിടക്കുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു കിടന്ന ശേഷം സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു സ്ത്രീ കേൾക്കാൻ പാടില്ലാത്ത വാക്ക് തന്നെയാണ് നിന്നിൽ നിന്ന് ഞാൻ കേട്ടത്. എന്നെ നീ പരസ്യമായി ഇങ്ങനെ അപമാനിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ വരെ നീ എൻ്റെ പുറകെ ആയിരുന്നുവെങ്കിൽ നാളെ മുതൽ ഞാൻ നിൻ്റെ പുറകെയാണ് നടക്കാൻ പോകുന്നത്. കണക്ക് തീർക്കാനായിട്ട് ഇതിൻ്റെ കൂടി പിഴ ഞാൻ നിനക്ക് തരും. അതും കൂടി നീ ഒടുക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിലാലോചിച്ച് അങ്ങ് സുസ്മിത നിലത്ത് കിടക്കുന്നുണ്ട്. രോഹിത് കട്ടില്ല.
തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. രാത്രിയാണ്. അവിടെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്ണു നടക്കുന്നുണ്ട്. വരാന്തയിൽ തന്നെ ശാരദാമ്മയും ശാരികയും ശാലിനിയും ഒക്കെ ഉണ്ട്. നേരം ശാരദാമ്മ പറയുകയാണ്, പുറത്ത് വെച്ച് കേട്ടതൊക്കെ ഓർക്കുമ്പോൾ സുസ്മിത അധികകാലം അവിടെ നിൽക്കില്ല എന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അത്ര വേഗം ആൾക്ക് ആ താലിച്ചരട് പൊട്ടിക്കാനായിട്ട് കഴിയില്ലെന്നാണ് തോന്നുന്നതെന്ന്. നേരം സുസ്മിതയ്ക്കോ, അവൾക്കാണോ താലിച്ചരട് പൊട്ടിക്കാൻ പ്രയാസം എന്നിങ്ങനെ ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും മിണ്ടാതെ വിഷ്ണു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയത്താണ് പ്രീതിയെയും കൊണ്ട് അർജുന് ബൈക്കിലെത്തുന്നത്. അന്നേരം അവരെ കണ്ട ആകെ സന്തോഷത്തിലാണ് ശാരദാമ്മയും വിഷ്ണുവും ഒക്കെ. അന്നേരം ഇയാളെന്തോ കല്യാണത്തിന് വരാതിരുന്നത് എന്ന് അർജുനോട് വിഷ്ണു ചോദിക്കുകയാണ്. പക്ഷേ അർജുൻ്റെയും പ്രീതിയുടെയും മുഖഭാവം അങ്ങ് ആകെ സങ്കടാവസ്ഥയിലാണ്. തുടർന്ന് പ്രീതിയുടെ ആ സങ്കടം കണ്ടിട്ട് എന്താ മോളെ, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് പെട്ടെന്ന് പ്രീതിക്ക് അങ്ങ് ഛർദ്ദിക്കാൻ വരികയാണ്. തുടർന്ന് പ്രീതി ആ മാവിൻ ചുവട്ടിലേക്ക് പോയി ഛർദ്ദിക്കുന്നുണ്ട്. അന്നേരം എന്താ മോളെ എന്നും പറഞ്ഞ് ശാരദാമ്മ ഓടിച്ചെല്ലുകയാണ്. ശാലിനിയും ഓടിച്ചെന്ന് മുതുകൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. ദഹിക്കാത്ത വല്ലതും കഴിച്ചോ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശാരി മോളെ വെള്ളം എടുത്തോണ്ട് വാന്ന് പറയുമ്പോൾ ശാരിക വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതെടുത്ത് വായൊക്കെ കഴുകിയ ശേഷം അത് കുടിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നങ്ങ് പ്രീതി പറയുകയാണ്. അന്നേരം ആകെ അമ്പരന്ന് വിഷ്ണു വയ്ക്കുകയാണ്. എന്താ പ്രശ്നമെന്ന് വിഷ്ണു തുടരെ അർജുനോട് ചോദിക്കുമ്പോൾ വിഷ്ണു ഇന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് സത്യഭാമയുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളും സത്യഭാമ രഹസ്യങ്ങൾ അറിഞ്ഞതും തങ്ങളെ പുറത്താക്കിയതും ഒക്കെ ആയ സംഭവങ്ങൾ എല്ലാവരോടുമായിട്ട് അർജുൻ പറയുകയാണ്. എല്ലാം കേട്ട ശേഷം അപ്പോൾ അമ്മ അറിഞ്ഞോ അല്ലേ എന്നും പറഞ്ഞ് വിഷ്ണു നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിഷ്ണു ഏട്ടാന്നും പറഞ്ഞ് ശാലിനി അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അറിഞ്ഞത് തന്നെയാണ് നല്ലത്. എന്നായാലും സത്യാമ്മ അറിയേണ്ടതല്ലേ, ഒരു മകൾക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നത് അമ്മ അറിയുക തന്നെ വേണം. ഇതിപ്പോൾ മൂടി വെക്കാനൊന്നും സാധിക്കില്ലല്ലോ. നാളെ ഒരു കുഞ്ഞുമായിട്ട് പ്രീതി കയറി ചെല്ലുമ്പോൾ നീ എന്നാ ഗർഭിണിയായത് എന്നിപ്പോൾ സത്യാമ്മ ചോദിക്കില്ലേ? അപ്പോൾ സംഭവം അറിയുന്നതിൻ്റെ ദൂരം കൂടുന്തോറും ദേഷ്യവും കൂടും എന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് പ്രീതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മയുടെ രോഷപ്രകടനത്തിലൊന്നും മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് അങ്ങനെ മക്കളോട് പിണങ്ങാനാവില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രീതി സങ്കടപ്പെട്ട് പറയുകയാണ്, എന്നെ കൺമുന്നിൽ കണ്ടുപോകരുതെന്നാണ് പറഞ്ഞതെന്ന്. അന്നേരം അങ്ങനെ പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റുമോ? പണ്ട് ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ കോക്കാച്ചി പിടിച്ചുകൊണ്ട് പോവും, അമ്മ പിണങ്ങുമെന്നൊക്കെ പറയില്ലേ? പിന്നീടും അമ്മ സ്നേഹത്തോടെയല്ലേ ഭക്ഷണം വാരിത്തരുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രീതി ഇങ്ങ് ആശ്വസിപ്പിക്കുകയാണ് ശാരദാമ്മ. ഈ പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ മുറിച്ചു മാറ്റാനൊന്നും കഴിയില്ല. അതിങ്ങനെ അദൃശ്യമായിട്ട് പിന്തുടരുക തന്നെ ചെയ്യും. നീ ഇപ്പോൾ ബന്ധം മുറിച്ചു മാറ്റിയാലും അമ്മയ്ക്ക് അതിന് സാധിക്കില്ല എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ പ്രീതിക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. എന്നിട്ടും പ്രീതിയെ സന്തോഷിപ്പിക്കാനായിട്ട് ശാരദാമ്മ പറയുകയാണ്, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഈ ഒരു അമ്മയില്ലേ, നൊന്ത് പ്രസവിക്കാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയെന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശാരദാമ്മയെന്നും പറഞ്ഞ് പ്രീതി അങ്ങ് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറയുകയാണ്. വിഷ്ണുവിന് സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷം കൊണ്ട് വിഷ്ണുവിനെ അങ്ങ് കണ്ണ് നിറയുകയാണ്. തുടർന്ന് പ്രീതിയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മയൊക്കെ ശാരദാമ്മ കൊടുക്കുകയാണ്. അത് കണ്ടങ്ങ് സന്തോഷിക്കുകയാണ് അർജുനും ശാരികയും ശാലിനിയും ഒക്കെ. തുടർന്ന് ആ സന്തോഷത്തോടു കൂടി വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. അന്നേരം കണ്ണ് നിറഞ്ഞ് വിഷ്ണുവിനെ കാണുമ്പോൾ ശാലിനിക്ക് ചെറിയൊരു സങ്കടം തോന്നുന്നുണ്ട്. ഇതേ സമയം രാഘവൻ നായർ പ്രീതി ഇറങ്ങിപ്പോയതുമൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഭാമ വെള്ളമൊക്കെ ആയിട്ട് റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് രാഘവേട്ടൻ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് മുഖം തിരിച്ചിരിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം രാഘവേട്ടൻ കിടക്കുന്നില്ലേ, രാഘവേട്ടനോടാണ് ചോദിച്ചത് ഇങ്ങനെ ഭാമ ദേഷ്യപ്പെടുമ്പോൾ, നീ വേണമെങ്കിൽ കിടന്നോ, മറ്റുള്ളവരുടെ മനസ്സിലാക്കാനൊന്നും നീ ശ്രമിക്കുന്നില്ലല്ലോ, എന്നെ അങ്ങ് വെറുതെ വിട് എന്ന് പറഞ്ഞ് രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇത്രയും നാളും എന്നെ മണ്ടിയാക്കിയിട്ട് എല്ലാവരും അങ്ങനെ അങ്ങ് കാണിക്കാൻ കൊള്ളാമോ എന്നൊക്കെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം അതിനെ ന്യായീകരിക്കാനായിട്ട് രാഘവൻ നായർ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ഭാമ പറയുകയാണ്, സത്യത്തിൽ മകളെ അല്ല തള്ളി പുറത്താക്കേണ്ടിയിരുന്നത്, ഇത്രയും കാലം എൻ്റെ കൂടം കഴിഞ്ഞ് എന്നോട് കള്ളം കാണിച്ച സ്വന്തം ഭർത്താവിനെ ആയിരുന്നു എന്നങ്ങൊരു നാവ് വീഴ്ച പോലെ പെട്ടെന്നൊരു ആവേശത്തിൽ സത്യഭാമ അങ്ങ് പറയുകയാണ്. അന്നേരം രാഘവൻ നായർക്കങ്ങ് കലിയേറുകയാണ്. കൊള്ളാം ഭാമയെ, കൊള്ളാം, ഇത്രയും നാൾ നിൻ്റെ കാൽച്ചുവട്ടിൽ കിടന്നതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം കൊള്ളാം. മക്കളും പോയി, അമ്മ എന്തു പറഞ്ഞാലും അതിനൊത്ത് ആടുന്ന ഒരു പാവയാണ് രാഘവൻ നായർ എന്ന് മക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നെ പലരും പരിഹസിച്ചിട്ടുമുണ്ട്. ആണത്വം ഇല്ലാത്തവനാണ് രാഘവൻ നായർ എന്ന് നാട്ടുകാരും ഒക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോൾ അത് ഭാര്യയോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചവനാണ് ഞാൻ. എന്നിട്ടിപ്പോൾ എനിക്ക് എല്ലാവരും കൈവിട്ടുപോയി, എൻ്റെ മകനും മകളും ഒക്കെ എൻ്റെ കൈവിട്ടുപോയി. ഇനി ഒരു വാലാട്ടി പട്ടിയെ പോലെ നിൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കാനായിട്ട് എനിക്ക് കഴിയില്ല, ഞാൻ സാധിക്കില്ല. രാഘവൻ നായർ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഈ ഒരു രാത്രി കൂടി മതി എനിക്ക്, നാളെ മുതൽ
കാവൽ ഞാൻ കാണിച്ചു തരാം, എല്ലാം ഞാൻ നേരെയാക്കി തരാം എന്നിങ്ങനെ പറഞ്ഞ് രാഘവൻ നായരങ്ങ് കത്തി കയറുകയാണ്. അന്നേരം രാഘവൻ നായരോട് അങ്ങനെ പറഞ്ഞതിൽ ഭാമയ്ക്ക് ചെറിയൊരു കുറ്റബോധം തോന്നുകയാണ്. രാഘവേട്ട, ഞാൻ അത് പിന്നെ എൻ്റെ ചെറിയൊരു നാവുഴ കൊണ്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ ഭാമ പറയുകയാണ്. മിണ്ടിപ്പോകരുത്, നീ മിണ്ടിപ്പോകരുത്, നീ നിൻ്റെ ഭ്രാന്തിനൊത്ത് ആടാനായിട്ട് എനിക്കിനി സാധിക്കില്ല എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് വീൽ ചെയർ തള്ളിക്കൊണ്ട് റൂം വിട്ടങ്ങ് രാഘവൻ നായർ പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അവിടെ ഭക്ഷണമൊക്കെ രാജി ശാന്തയും ചേർന്ന് വിളമ്പുകയാണ്. തുടർന്ന് രാജി പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് ആരും കണ്ടില്ലല്ലോ, ശാരദാമ്മ രാവിലെ ഒന്ന് തല കാണിച്ചിട്ട് പോയതാണ് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രീതിയുടെ അയ്യോ അമ്മയെന്നുള്ളൊരു വിളി കേൾക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് ഓടി രാജി അങ്ങ് വീട്ടിനകത്തേക്ക് ചെല്ലുകയാണ്. ഇതേസമയം കട്ടിലിൽ ശാരദാമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ് പ്രീതി. എന്നിട്ട് പ്രീതി ആകെ ബഹളമാണ്. അയ്യോ വേദനിക്കുന്നേ അമ്മയെന്നൊക്കെ പറഞ്ഞ് വയറിലൊക്കെ പിടിച്ച് തടവി അങ്ങ് നിലവിളിക്കുകയാണ്. ശാരികയും പിന്നെ ശ്യാമയും അടുത്ത് തന്നെ ഉണ്ട്. അന്നേരം ഇവർക്ക് എന്താ ഇപ്പോൾ പെട്ടെന്ന് പറ്റിയത് എന്ന് ശാരദാമ്മ ശാരിയോട് ചോദിക്കുകയാണ്. അന്നേരം ഇന്നലെ രാത്രി വന്നത് മുതൽ ഒരേ കിടപ്പായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു, ആകെ ഒരു വെപ്രാളമായിരുന്നു എന്നൊക്കെ ശാരി പറയുമ്പോൾ, എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്, എന്നെ അപ്പോഴേ വിളിച്ചൂടായിരുന്നോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ, അമ്മയെ ഉണർത്തണ്ടെന്ന് കരുതി എന്ന് പറഞ്ഞങ്ങ് ശാരിക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട് പ്രീതിയുടെ അവസ്ഥ കണ്ടിട്ട്. തുടർന്ന് എന്താ പറ്റിയ ശാരദാമ്മയെന്ന് പറഞ്ഞ് രാജി ഓടി വരികയാണ്. അന്നേരം പ്രീതിക്ക് പ്രസവവേദന തുടങ്ങിയെന്ന് തോന്നുന്നു, നീ പെട്ടെന്ന് പോയൊരു വണ്ടി വിളിച്ചുകൊണ്ടോ, ഇവിടെ അർജുനും ശാലിനിയും വിഷ്ണുവും ആരും ഇല്ല എന്നും പറഞ്ഞ് ശാരദാമ്മയും അങ്ങ് കരയുകയാണ്. അന്നേരം ഇവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി എവിടെയാണെന്നും പറഞ്ഞ് രാജി നിൽക്കുകയാണ്. തുടർന്ന് കൈവണ്ടി ആയാലും മതി, അല്ലെങ്കിൽ ഈ ശാരദ ചുമന്നെടുക്കും, പ്രായമായെന്ന് കരുതി ശാരദയുടെ കൈക്ക് ഇതുവരെ ഒരു ബലക്കുറവും വന്നിട്ടില്ല, പെട്ടെന്ന് പൊടിയെന്നും പറഞ്ഞ് രാജി അങ്ങ് പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. അതേസമയവും അങ്ങ് കിടന്ന് നിലവിളിക്കുകയാണ് പ്രീതി. തുടർന്ന് ശാന്തയെ വണ്ടിക്ക് പറഞ്ഞ ശേഷം വീണ്ടും രാജി അവിടേക്ക് വരികയാണ്. അന്നേരം ആ ബഹളം കണ്ടിട്ട്, പ്രീതിയുടെ ബഹളം കണ്ടിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ശാരദാമ്മയെ, എടുക്ക് എന്ന് രാജി ഇങ്ങനെ പറയുകയാണ്. അന്നേരം ആ എടുക്കാമെന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ കൈയൊക്കെ പിടിക്കുമ്പോഴാണ് പിന്നെ കട്ടിലൊക്കെ ബ്ലഡ് ആയത് രാജി കാണുന്നത്. അന്നേരം ശാരദാമ്മയെ ദേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുകൊണ്ട് അയ്യോ മോളെ എന്നും പറഞ്ഞ് അങ്ങ് കരയുകയാണ് ശാരദാമ്മയും. ശാരികയ്ക്കും ശ്യാമയ്ക്കും ഒക്കെ അതേ അവസ്ഥയാണ്, കണ്ടു നിൽക്കാൻ വയ്യമ്മ, എന്താ ചെയ്യുക എന്നൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാമെന്നും പറഞ്ഞ് ശാരികയും ശാരദാമ്മയും ഒക്കെ ചേർന്ന് പിടിക്കുകയാണ്. അന്നേരം കട്ടിലിൽ മുഴുവനും ബ്ലഡായി. പ്രീതിക്കാണെങ്കിൽ ഒട്ടും അനങ്ങാൻ പോലും വയ്യ. ശാരദാമ്മയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, ശാരദാമ്മ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം എന്നിങ്ങനെ കരഞ്ഞു പറയുകയാണ്. അന്നേരം എന്താ മോളെ എന്താന്നിങ്ങനെ കൈ പിടിച്ച് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ശാരദാമ്മയെന്ന് പറഞ്ഞ ശേഷം പെട്ടെന്നൊരു ശ്വാസം നിലച്ച പോലെ അങ്ങ് കട്ടിലിൽ അങ്ങ് ചരിയുകയാണ് പ്രീതി. പെട്ടെന്ന് അത് കണ്ടിട്ട് അയ്യോ മോളെ എന്നും പറഞ്ഞ് പ്രീതി ഒരു മരണത്തിലേക്ക് കീഴടങ്ങി എന്നൊരു അവസ്ഥയിൽ അങ്ങനെ വിചാരിക്കുകയാണ് ശാരദാമ്മ. പ്രീതി മരിച്ചു എന്ന് ശാരദാമ്മ കരുതുകയാണ്. പെട്ടെന്ന് അയ്യോ മോളെ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് കരയുകയാണ് വായി കൈവച്ച്. അതേപോലെ അങ്ങ് അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് കൂടെ നിന്ന രാജിയും ശാരികയും ശ്യാമയും ഒക്കെ. ഒരു നിമിഷം എല്ലാവരും ചിന്തിക്കുന്നുണ്ട് പ്രീതി മരിച്ചു എന്ന്. ഇനി എന്താവും എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി പ്രീതി മരിക്കുമോ അതോ പ്രീതിയുടെ കുഞ്ഞിന് രക്ഷകയായിട്ട് അന്ന് തിരുമേനി പറഞ്ഞതുപോലെ ശാരദാമ്മ ചെല്ലുമോ, ശാരദാമ്മയാകുമോ കുഞ്ഞിൻ്റെ രക്ഷക എന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.